നമസ്കാരം. അല്ലേ, ഇതെന്ത് കൂത്ത്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് തട്ടിക്കയറുന്ന സുരേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലല്ലേ? അല്ലേലും ചേട്ടന് മൂക്കത്താ ചുണ്ടി. പപ്പടം പൊട്ടുന്നത് പോലെ ഉള്ള തെരഞ്ഞെടുപ്പിലെല്ലാം പങ്കെടുത്ത് ആകെ തകർന്നു നിൽക്കുമ്പോ ചോദ്യങ്ങളും ഒക്കെ വന്നാ ആർക്കാണെങ്കിലും ദേഷ്യം വരൂല്ലേ? തോന്നയ്ക്ക് പഞ്ചായത്തിലെ ഓരോ അരിയും പെറുക്കിയെടുത്തു. ഇനി ചേലക്കരയിലെ അരി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പുള്ളി പറയാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1, 2, അതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ശവത്തി കുത്തണ്ട പിള്ളേച്ച. പുള്ളിയെ വെറുതെ വിടാം. ഇനിയാലും കുറച്ച് സമാധാനം കിട്ടിക്കോട്ടെ. തോറ്റ വാർത്ത പുറത്തു വിട്ടതല്ല പ്രശ്നം അത്രേ. അതിന് പിന്നാലെ BJP-യിലെ പൊട്ടിത്തെറി നാട്ടുകാരറിഞ്ഞില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അത്രേ. മാധ്യമ സൃഷ്ടി, അല്ലാണ്ടിപ്പോ എന്ത് പറയാ. ഇല്ലേലെ തോറ്റമ്പി നിക്കാ BJP. അതിനെക്കുറിച്ച് വാർത്ത വിടുമ്പോ അല്പം മനുഷ്യത്വമൊക്കെ കാണിക്കാട്ടോ. ഇല്ലേലെ ശപിക്കും, നശിച്ചു പോട്ടെ. BJP അപമാനിക്കാനും അപകീർത്തിപ്പെടുത്താനും ശ്രമിച്ച ഒരു മാധ്യമ പ്രവർത്തനം ഗുണം പിടിക്കണ്ട. നോക്കിക്കോ, ഒരൊറ്റ എണ്ണത്തിനെയും വെറുതെ വിടില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആണെങ്കിൽ നിങ്ങളൊക്കെ ജയിലഴിയണം എന്ന് സുരേട്ടൻ ശപിച്ചു വിടുന്നുണ്ട്. എന്റെ ഗോമാതാവേ, കള്ളവാർത്തകൾ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരാണെങ്കിലും നന്നായിട്ട് കൈകാര്യം ചെയ്തേക്കണേ. മനസ്സറിഞ്ഞാ പുള്ളി ശപിച്ചത്. അത് ചെയ്യുമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ ഒരു തവണ സ്വന്തം 100 തവണ സ്വന്തം മാതിരി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ മറവിൽ 100 കണക്കിന് ബലിദാനികൾ ജീവൻ നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ കരിവാരി തേക്കാനാണോ മാധ്യമങ്ങളെ നിങ്ങളുടെ ശ്രമം? കുറച്ച് ദിവസമായി പുള്ളി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കില്ല. അത്ര ശരിയൊന്നും അല്ല. അത്തരം നെറുകേടുകൾ കാണിക്കുന്ന ഓരോരുത്തരെയും വെറുതെ വിടില്ല. തനിക്കെതിരെ ചവറ് വാർത്തകളാണ് നൽകി വരുന്നത്. ചേരിപ്പോരിനെ 4 ആൾ അറിയിച്ചു. ദുഷ്ടന്മാർ. പാലക്കാട് പൊട്ടിയ പടക്കം ഞങ്ങളുടേതാ. അതിന്റെ ശബ്ദം എന്തിനാ നിങ്ങൾ കേട്ടത് എന്നാണ് പുള്ളിയുടെ ചോദ്യം. ഇനിയിപ്പോ ഞാനിങ്ങനെ പറഞ്ഞൊന്ന് നിങ്ങൾ സുരേട്ടനോട് പറഞ്ഞ കേട്ടോ, എന്നെ ശപിച്ചു കളയും. എന്റെ ഗളിരിപ്പരിപ്പുര ദൈവങ്ങളെ കാത്തോളണേ.